എന്റെ തെങ്കാശി തമിഴ് പൈകിളി കുറി ചൊല്ലുന്ന മലർത്തേൻ കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറിമാനം അവൾ കേകുമോ അവളില്ലാതെ ഞാനില്ല എന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ Hi guys, welcome to Saima Film Award 2024. So, next category is Best Playback Singer in Malayalam. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ സിംഗറിനെ ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സൈമ 2024 ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ഫോർ മെയിൽ മലയാളം ഗോസ് ടു ശ്രീറാം ശങ്കർ. ഹായ് ശ്രീറാം. അപ്പോൾ ഇത്ര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ ശ്രീറാമിൻ്റെ ആരാധകരോട് ഒരു 2 വാക്ക്. ഹായ് എവരി വൺ. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും അതുപോലെ തന്നെ സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലൊരു ഡേ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. പിന്നെ ഇതിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. മേ ബി വൈകാതെ തന്നെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ശ്രീറാം. സോ ഗൈസ്, ഇനി നമുക്ക് നല്ല അടിപൊളി ഒരു ഡാൻസ് കാണാം. ഹായ് ശ്രീറാം. ഹായ്. കൺഗ്രാറ്റ്സ് മാൻ. ഓ താങ്ക് യു. ആക്ച്വലി ശ്രീറാം, ഐ വോണ്ട് ടോക്ക് ടു യു സംതിങ്. തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്നോട്ടെ? യാ ഷുവർ, താനിരുന്നോ. അതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? അത് പിന്നെ എനിക്ക് ചുറ്റി വളച്ചൊന്നും പറയാനറിയില്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ചോദിക്കുക. ആർ യു സിംഗിൾ? ഐ എം നോട്ട് സിംഗിൾ ദിവ്യ. ഓ, ദാറ്റ്സ് കൂൾ. എനിവേ, ആരാണ് ആ ലക്കി ഗേൾ? ഐ മീൻ തൻ്റെ ഗേൾ ഫ്രണ്ട്? ഗേൾ ഫ്രണ്ട് അല്ല, വൈഫ്. ഷീ ഈസ് മൈ വൈഫ്. വൈഫ്? വാട്ട്? ആർ യു മാരീഡ്? യാ. ബട്ട് തൻ്റെ മാരേജിനെ പറ്റി ഇതിനു മുമ്പ് എങ്ങും കേട്ടിട്ടില്ലല്ലോ. സോറി ദിവ്യ, ഒന്നും തോന്നരുത്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓ, ഇറ്റ്സ് ഓക്കെ. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഏയ് അത് സാരമില്ല. സാധാരണ എല്ലാവർക്കും ഉള്ള ഡൗട്ട് തന്നെ ഇത്. സമയമാകുമ്പോൾ ഞാൻ തന്നെ എല്ലാം റിവീൽ ചെയ്യും. യാ, ഓക്കെ, ദാറ്റ്സ് നൈസ്. എന്നാൽ പിന്നെ നമുക്കിനി എപ്പോഴെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യാം. എനിക്ക് ടൈമായി പോകാൻ. ആ ഓക്കെ.
ഒട്ടും ഓക്കെ അല്ലടാ. എനിക്കറിയത്തില്ല, അവൾ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ലൈഫിലെല്ലാം ഞാൻ നേടി. പക്ഷെ എന്താ ഗുണം, അവൾ എൻ്റെ കൂടില്ല. എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു നടന്നത്. പക്ഷേ അതിലെനിക്കൊന്ന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കൂടി പറ്റുന്നില്ല. ഇതൊക്കെയല്ലേ ജീവിതം. എന്തേലും ആട്ടെ, നീ എന്നാ വെച്ചോ, അവിടെ നല്ല തിരക്കുള്ളതല്ലേ. ഇന്നൊട്ടും ടൈം ഉണ്ടായിരുന്നില്ല, അതാ നിങ്ങൾ വന്ന് കാണാൻ പറ്റാഞ്ഞത്. എന്തായാലും ഞാൻ രാവിലെ നേരത്തെ തന്നെ വന്നേക്കാം. ശരി, എന്നാ നീ കിടന്നു. എവിടെയാ ജാനു നീ? എന്നെ കാണാതെ എവിടെ ഒളിച്ചിരിക്കുക നീ? ഹലോ, റിയലി? ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, നീ അഡ്രസ്സ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യ്. ഓക്കേടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം. പിന്നെ താങ്ക്സ് എടാ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം, മറക്കരുത്. ഓക്കേടാ, ശരി എന്നാ. കൺഗ്രാറ്റ്സ് എൻ്റെ അളിയാ. താങ്ക്സ് ഡാ. പിന്നെ നിനക്കും എൻ്റെ വക കൺഗ്രാറ്റ്സ്. അല്ല, അങ്ങനെ നിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയല്ലേ? അതെ, അങ്ങനെയും പറയാം. പക്ഷേ എൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കല്ലേ ഇനി ഞാൻ എത്താൻ പോകുന്നത്. അതെന്താടാ അങ്ങനൊരു കള്ളച്ചിരി? അളിയ, ഫൈനലി ഞാൻ എൻ്റെ ജാനുവിനെ കണ്ടെത്തി. റിയലി? എവിടെ വെച്ച്? എപ്പോ? പക്ഷെ ഞാൻ നേരിട്ട് കണ്ടില്ലടാ. നമ്മുടെ കോളേജിൽ പഠിച്ച ദിനേശ് ഇല്ലേ, അവൻ ജാനുവിനെ കണ്ടടാ. അവൻ അന്വേഷിച്ചപ്പോൾ ഒരു അഡ്രസ്സ് കിട്ടി. എടാ, അത് ജാനു ആയിരിക്കും, നിനക്ക് ഉറപ്പുണ്ടോ?
എത്ര പേരാടാ അവളിങ്ങനെ അവിടെ ഇവിടെ വെച്ച് കണ്ടതെന്ന് പറഞ്ഞ് നിന്നെ വിളിച്ച് പറ്റിച്ചത്. എത്ര സ്ഥലങ്ങളാണ് നമ്മൾ അവളെ അന്വേഷിച്ച് അലഞ്ഞത്. ഏയ് അല്ലടാ, അതുപോലൊന്നും അല്ല ഇത്. എനിക്കറിയാം ഈ പ്രാവശ്യം എന്തായാലും ഞാൻ എൻ്റെ ജാനുവിനെ കണ്ടുപിടിക്കും. എൻ്റെ മനസ്സ് പറയുന്നടാ, അവൾ അവിടെ കാണും. ആ പിന്നെ തൽക്കാലം നീ ഈ കാര്യം ആരോടും പറയണ്ട, പ്രത്യേകിച്ച് മീനുവിനോട്. എന്നെപ്പോലെ ജാനുവിനെ കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളാണ്. അതുകൊണ്ട് ജാനുവിനെ കണ്ടു കിട്ടിയിട്ട് വേണം അവളുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ. എടാ, അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് മാത്രം പറയല്ലേടാ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഏയ് നീ ഡൗൺ ആവല്ലേ. ഈ പ്രാവശ്യം ഉറപ്പായിട്ടും നിനക്ക് നിൻ്റെ ജാനുവിനെ കിട്ടും. ദൈവം അത്ര കണ്ണിച്ചോരൊന്നും ഇല്ലാത്തവനല്ലടാ. അല്ല, എന്താണ് രണ്ടും കൂടി ഒരു രഹസ്യം പറച്ചിൽ? നമുക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യം വല്ലതും ആണോ? ആണെങ്കിൽ നീ പോയി തരുമോ? ഏയ് അതില്ല. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുക, ഞാൻ പോയി മീനുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ റാം ഒരുപാട് മാറിപ്പോയല്ലേടാ. ആ പഴയ കളിയും ചിരിയും ഒക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാവും, നീ വാ. ഹലോ മാഡം. ഓ വന്നിട്ടിയാ இந்த പാട്ടുകാര. പിന്നെ എൻ്റെ സോൾമേറ്റിൻ്റെ മാരേജിന് ഞാൻ വരാതിരിക്കുമോ? ஓ അങ്ങനെ. ஆமா, அப்ப எதுக்காக இங்க வந்த? போய் உங்க சோல்மேட்டு கிட்ட பேசு. ഓ, മലയാളികളുടെ വില കളയാനായിട്ട് ഇങ്ങനൊരു സാധനം. ഓ, നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. എടി, ഒന്നുമില്ലെങ്കിലും നീ ഒരു ബോൺ മലയാളിയല്ലേ എടി. ഇപ്പം കുറേ വർഷങ്ങളായിട്ട് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ തന്നെ. അപ്പോൾ പിന്നെ നിനക്ക് മലയാളത്തിൽ സംസാരിച്ചൂടെ? അല്ലെങ്കിൽ പിന്നെ തമിഴ് സംസാരിക്കുക. ഇതിപ്പം മലയാളവും തമിഴും കൂടെ കൂട്ടിക്കുഴച്ച്, ഓ ഗോഡ്. ഞാൻ എന്ത് ചെയ്യാനാ, എനക്ക് അപ്പടിയേ ഇത് പഴക്കമായിടുച്ച്. ഓ സോറി, ഇനി പറയാതിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യാം. അതാ നിനക്ക് നല്ലത്. അല്ല, സോൾമേറ്റിന്റെ മാരേജിന് വന്നെന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇവിടെ? അത് പിന്നെ സോൾമേറ്റ് കെട്ടാൻ പോകുന്നതേ എൻ്റെ പെങ്ങളെ ആയിപ്പോയില്ലേ. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് കടമകളൊക്കെ ഉണ്ടല്ലോ, അതാ വന്നത്. ഓഹോ, എന്നാ പിന്നെ ആ കടമകളൊക്കെ അങ്ങോട്ട് നിർവഹിക്കാനേ മാരേജ് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഇത്ര നേരത്തെ വന്നത്? അത് പിന്നെ ചേട്ടന് തിരക്ക് നിനക്കറിയാവുന്നതല്ലേ. ഓ, നിങ്ങളൊക്കെ വലിയ തിരക്ക് പിടിച്ച ആൾക്കാരല്ലേ. അല്ലേലും എല്ലാ സോൾമേറ്റ്സും കണക്കാ. അതെന്താടി അങ്ങനൊരു ടോക്ക്? ഏയ് ഒന്നുമില്ല. മീനു പറഞ്ഞു. നീ സങ്കടപ്പെടണ്ടാടി, അവൾ വരും. നീ മിസ് ചെയ്യുന്ന പോലെ ഉറപ്പായിട്ടും അവളും നിന്നെ മിസ് ചെയ്യുന്നുണ്ടാകും. ആ മതി, ഇനി രണ്ടും കൂടി സംസാരിച്ച് നിന്നാലേ അത് ശരിയാവത്തില്ല. വന്നേ, മാരേജിന് സമയമായി.
സമയമായി. എങ്ങോട്ട്? ഇന്നിങ്ങോട്ട് വന്നതും പോരാ, ഇപ്പം നിനക്ക് തിരിച്ചു പോകണമെന്നോ? നടക്കത്തില്ല മോനെ, നടക്കത്തില്ല. സോ സോറി. നീ ഇനി എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഇനി നിന്നെ തിരിച്ചു വിടത്തുള്ളൂ. എടാ നീ കൂടുതലൊന്നും പറയണ്ട. നീ ഇന്ന് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ദാറ്റ്സ് ഫൈനൽ. എടാ എനിക്കിന്ന് ഈവനിങ് ചെന്നൈക്ക് പോകണം. ചെന്നൈക്കോ? എന്തിന്? ഓ, അത് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലേ. അതെങ്ങനെ അപ്പോഴാണ് സഞ്ജയ് കയറി വന്നത്. തൽക്കാലം ഞാൻ പോകുന്ന കാര്യം നീ മാത്രം അറിഞ്ഞാൽ മതി. ആദ്യം ഞാൻ എൻ്റെ ജാനുവിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവരോടും പറയാം. എടാ എന്നാലും ഇത്ര പെട്ടെന്ന്, അതും അവൾ അവിടെ ഉണ്ടോയെന്ന് കൺഫേം ആക്കിയിട്ട് പോരെ യാത്രയൊക്കെ? ഇത്ര ധൃതി പിടിക്കണോ? എടാ ഈ കടന്നു പോകുന്ന ഓരോ സെക്കൻഡിനും എൻ്റെ ജീവൻ്റെ വിലയാണ് ഉള്ളത്. ഓക്കെ, ഞാൻ നിന്നെ തടയുന്നില്ല. ബട്ട് നിന്നെ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത്? അതാലോചിക്കുമ്പോൾ എനിക്ക് അതൊന്നും സാരമില്ലടാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹെൽപ്പിന് ദിനേശ് ഉണ്ടാവും. എന്നാലും പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക്, അതും നീ ഒറ്റയ്ക്ക്, ഇവിടെ ഈ അവസ്ഥയിലായിപ്പോയി. ഇല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ. അതെനിക്കും അറിയാടാ. ബട്ട് ഇപ്പം നിൻ്റെ പ്രസൻസ് വേണ്ടത് മീനുവിനാ. ഈ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാത്തിരുന്നല്ലേ. സോ ഇന്ന് നിങ്ങളുടെ ഡേ ആണ്. പിന്നെ മീനു ഇപ്പം തന്നെ ഒരുപാട് സങ്കടത്തിലാണ്. ഈ ഒരു ദിവസം ജാനു അവളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആ പാവ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്തായാലും ഈ യാത്രയുടെ കാര്യം തൽക്കാലം അവൾ അറിയണ്ട. അവളെന്നല്ല, മറ്റാരും അറിയണ്ട. അല്ല, അപ്പം മീനുവിനോട് എന്താ പറയുക? നീ ലേറ്റായിട്ട് വന്നാൽ അവൾക്ക് പിടിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ ഇപ്പം നീ പോവാണെന്ന് കൂടി അറിഞ്ഞാൽ അവൾ ഇവിടെ ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കും. അതിനല്ലേ നീ ഇവിടെ ഉള്ളത്? എൻ്റെ പൊന്നളിയനല്ലേ. തൽക്കാലം നീ അവളെ എന്തെങ്കിലും പറഞ്ഞ് കയ്യിലെടുക്ക്. ഞാനോ? പിന്നല്ലാതെ ഞാനോ? എൻ്റെ പൊന്നളിയ, എനിക്ക് വയ്യ അവിടെ വായിരിക്കുന്ന കേൾക്കാൻ. ഓഹോ, അപ്പം പിന്നെ ഞാൻ കേൾക്കണമെന്നാണോ? നിനക്ക് പിന്നെ അത് ശീലമുണ്ടല്ലോ, അതുപോലാണോ ഞാൻ? ചുരുക്കി പറഞ്ഞ നിനക്കും കൂടെ ഉള്ളത് ഞാൻ വാങ്ങിക്കൂട്ടണം. ഓ പിന്നെ ആരും നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ. നീ പുറകെ നടന്ന് വളച്ചെടുത്ത് തലയെ വെച്ചതല്ലേ. അപ്പം പിന്നെ സഹിച്ചോ. ഓ മതിയടാ ശവമേ, ശവത്തി കുത്തിയത്. എന്നാൽ ശരിയടാ, ഇനി എന്നാലേ ശരിയാവില്ല. ഞാനേ ആരുടെയും കണ്ണിപ്പെടാതെ അങ്ങോട്ട് തെറിക്കട്ടെ. എടാ അവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും നീ എന്നെ വിളിക്കാൻ മറക്കരുത്. ഓക്കേടാ. ഹലോ, എൻ്റെ പൊന്നു ചേട്ടാ, ആരാണെങ്കിലും ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറ. ഞാൻ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലുണ്ടാവില്ല. അതിനേക്കാൾ വലിയ ആവശ്യമായി എനിക്ക് ചേട്ടാ. സോ അയാളോട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറ. ഇനി ഒന്നിനു വേണ്ടിയിട്ടും ഞാൻ എൻ്റെ സമയം പാഴാക്കില്ല. അങ്ങനെ സമയവും കടന്നുപോയി. തൻ്റെ ജാനുവിലേക്കുള്ള ദൂരത്തിന് ഇനി ഒരു രാത്രിയുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ എന്ന് അവനറിയാമായിരുന്നു. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവനും. ബസ്സിൻ്റെ വിൻഡോ സൈഡിലിരിക്കുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ ആ പഴയ കലാലയ ജീവിതത്തിൻ്റെ ഓർമ്മകളായിരുന്നു. ഇടയ്ക്കിടെ അവൻ തൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നോട്ടം എറിയുന്നുമുണ്ടായിരുന്നു. എന്തോ അയാളുടെ ആ വിടർന്ന കണ്ണുകൾ അവന് സുപരിചിതമായി തോന്നി. അയാളോടൊന്ന് സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ എന്തോ കൊണ്ടോ അവനത് വേണ്ടെന്ന് വെച്ചു. എന്നാൽ ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ആ വൃദ്ധൻ തന്നെ അവനോട് സംസാരിച്ചു. ஆமா தம்பி, நீங்கள் சிங்கர் தானே? நான் உங்களை நிறைய தடவை டிவியில் பார்த்துருப்பேன். அந்த ஆள் தானே நீங்கள்? അതെ, ഞാൻ സിംഗറാ. சரி சரி, தப்பாக ஒன்றும் நினச்சிடாதையே. கொஞ்சம் வயசாகிடுச்சுல்ல, அதனால டக்குன்னு ஞாபகத்தில் வரலை. அதான் கேட்டு கன்ஃபார்ம் பண்ணலாம்னு நினச்சேன். இட்ஸ் ஓகே. ஆமாம், அப்புறம் உங்களுக்கு தானே நேற்று அவார்ட் கிடைச்சிது. நான் ஃபோனில் பார்த்தேன்.
உங்க ஸ்பீச் ரொம்ப நல்லா இருந்துச்சு. ഓ താങ്ക് യു. അദ്ദേഹത്തിൻ്റെ സംസാരവും അപ്രോച്ചും ഇഷ്ടമായതുകൊണ്ടാവാം പിന്നീട് അവർക്കിടയിൽ നിശബ്ദത കടന്നു വന്നതേയില്ല. ഒരുപാട് പരിചയമുള്ളവരെ പോലെ അവരെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഏയ്, സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അവർ നല്ല പരിചിതരായി എന്ന് പറയുന്നതാവും സത്യം. ആ വൃദ്ധന് മലയാളം അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റാമിനതൊരു ആശ്വാസവുമായിരുന്നു. கடவுளே, இவ்வளோ பேசிடுச்சு. ஆனா தம்பி எதுக்காக சென்னை போறோன்னு கேட்கவே இல்லையே. ஆமா, என்ன தம்பி, சென்னையில ஏதாச்சும் சாங் ரெக்கார்டிங்ஸ் இருக்கா? ഏയ് അതൊന്നുമില്ല, അവിടെ അവിടെ ഒരാളെ കാണാൻ പോവുക. ஆத்தி, அந்த சிரிப்பு பார்த்தா பார்க்குற போறவங்க ரொம்ப வேண்டியவங்க போல இருக்கு. അതെ, ഒരുപാട് വേണ്ടപ്പെട്ട ഒരാളാ. அப்படி சொல்ற என் செல்லக்குட்டி, கண்டிப்பா அது ஃப்ரெண்ட் கிடையாது. ஏய், உண்மையை சொல்லிடு, நீ பார்க்க போறது உன்னோட காதலியே தானே? அப்போ காதலியே தான், கன்ஃபார்ம். അങ്ങനെ വെറൊരു ലവറൊന്നുമല്ല, ഷീസ് മൈ ലൈഫ്. அடடடடா, என்ன ஒரு வார்த்தை. ஆத்தி, சிரிக்கிறது பார்த்தா உனக்குள்ள ரொம்ப ஸ்ட்ராங்கா ஒரு லவ் ஸ்டோரி இருக்கிற மாதிரியே தெரியுது. அம்மாடி, லவ் ஸ்டோரி கன்ஃபார்ம். அப்போ கண்டிப்பா எனக்கும் லவ் ஸ்டோரி தெரிஞ்சதே ஆகணும். கொஞ்சம் என்கிட்டே சொல்லுப்பா, நானும் உன்ன மாதிரி சந்தோஷமா இருப்பேன்ல. இப்படி சிரிச்சுக்கிட்டு இருந்தா எப்படிப்பா? சென்னை சேர்றதுக்கு இன்னும் நிறைய டைம் இருக்கு. நீ உன் லவ் ஸ்டோரி சொன்னேன்னு வச்சுக்கோயே, உனக்கும் டைம் போறது தெரியாது, நானும் ஜோலியா இருப்பேன். അങ്ങൾ എപ്പോഴും ഇങ്ങനെയാണോ? எப்படிப்பா? അല്ല, എപ്പോഴും ഇങ്ങനെ ജോളിയായിട്ട്. അങ്കിള് സംസാരിക്കുമ്പോൾ എനിക്കെൻ്റെ ജാനുവിനെ ഓർമ്മ വരുന്നത്. അവളും ഇതുപോലെ ഒരുപാട് സംസാരിക്കും. அது அப்படிதான் இருக்கும்பா. ஏன்னா நாங்க ஒரே ஊர் தானே. ஸோ கண்டிப்பா எங்களோட பேச்சும் ஒரே மாதிரி தான் இருக்கும். டேய் தம்பி, உனக்கு ஒரு விஷயம் தெரியுமா? யாருக்கிட்டையும் சொல்லிடாதியே. அது எனக்கு லவ் ஸ்டோரினா ரொம்ப பிடிக்கும். ആഹാ, കൊള്ളാലോ. உனக்கு தெரியுமா, எனக்கு ஒரு பொண்ணும் ஒரு பையனும் தான். என் பையன் கூட அவனோட லவ் ஸ்டோரி என்கிட்ட ரொம்ப அசால்ட்டாக சொல்லிட்டேப்பா. சும்மா சொல்லக்கூடாது. லவ் பண்ணுறதுல என் பையன் சிங்கக்குட்டி தான். அப்புறம் என் பொண்ணு கூட அவளோட லவ் ஸ்டோரி முதல்ல என்கிட்ட தான் சொன்னது. ആഹാ, അപ്പോൾ അങ്ങളുടെ മക്കളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞോ? என் பையன் லவ் பண்ண பொண்ணை மேரேஜ் பண்ணிட்டேப்பா. அவனுக்கு ஒரு குழந்தை இருக்கு. ஆனால் இன்னும் என் பொண்ணோட மேரேஜ் நடக்கவே இல்லை. ஆனால் கூடிய சீக்கிரமாக நடக்கும். അങ്കിളുടെ ആഗ്രഹം പോലെ മോളുടെ കല്യാണം വളരെ പെട്ടെന്ന് നടക്കും. പിന്നെ അങ്കിളുടെ മക്കളോട് എനിക്ക് നല്ല ജലസൊക്കെ തോന്നുന്നുണ്ട്. ജലസാ? എതുക്കുപ്പാ? പിന്നല്ലാതെ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു അച്ഛനെ കിട്ടിയ അവർ എന്ത് ലക്കിയാണെന്നറിയോ? எப்படி இருந்தாலும் அது நீ சொன்னது உண்மைதான். അയ്യോടാ, അതങ്ങ് സൂചിച്ചെന്ന് തോന്നല്ലോ. ஓ, அப்ப நீ என்ன கலாய்ச்சதானா? போப்பா, எனக்கு ஃபீல் ஆயிடுச்சு. അയ്യേ, ഞാൻ കളിയാക്കിയൊന്നുമല്ല. സീരിയസ്ലി അവർ ഒരുപാട് ലക്കിയ. நீ சொல்றது உண்மைதானா? പിന്നല്ലാതെ ഞാൻ മുഖത്ത് നോക്കി കള്ളം പറയുമോ? அப்போ ஓகே. ஆமா, உன் லவ் ஸ்டோரி இன்னும் சொல்லவே இல்லையே. ஏன், என்கிட்ட சொல்றதுக்கு ஏதாச்சும் கூச்சம் இருக்கா? ഏയ്, അങ്ങനൊന്നുമില്ല അങ്കിളെ. அப்புறம் என்னப்பா, நீ சொல்லு. ശരിക്കും ഞങ്ങളുടെ സ്റ്റോറി പറയണമെങ്കിൽ ഒരു 8 വർഷം പിറകിലേക്ക് പോകേണ്ടി വരും. 2015. ഞാനത് ഡിഗ്രി സെക്കൻഡ് ഇയർ. സത്യം പറഞ്ഞാൽ എനിക്ക് ഡിഗ്രിക്ക് ചേരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പപ്പയുടെ നിർബന്ധമായിരുന്നു അത്. ബട്ട് അവിടെ വെച്ചാ എൻ്റെ ലൈഫിലെ എല്ലാ ചേഞ്ചും ഉണ്ടായി തുടങ്ങിയത്.
അല്ലേടി? കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇവിടെ ഉറപ്പായി റാഗിങ് ആണ്. എൻ്റെ കൃഷ്ണ, എന്നെ കാത്തോണേ. ശേ, ഒന്ന് പേടിക്കാതെ ഇങ്ങോട്ട് വാടി, ഞാനില്ലേ നിന്റെ കൂടെ. അതന്നെ എൻ്റെ ഏറ്റവും വലിയ പേടി. ഓഹോ, അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? എൻ്റെ പൊന്നു, ഒന്നുമില്ല, നീ ഒന്ന് വരാൻ നോക്കിക്കേ. ഏതെങ്കിലും സീനിയേഴ്സ് കാണുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടുപിടിക്കാം. ഹലോ ഗേൾസ്. എൻ്റെ കൃഷ്ണ പെട്ട്. എന്നാ ഒരു ഹോട്ടാടി ആ ചേട്ടന്മാര്. അങ്ങോട്ടും നോക്കിക്കേ. എന്താ മക്കളെ, സീനിയേഴ്സിന് വിഷയം അറിയില്ലേ? അയ്യോ സോറി ചേട്ടാ, ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ഓഹോ, കേട്ടോടാ സഞ്ജു, പിള്ളേര് നമ്മളെ കണ്ടില്ലെന്ന്. അപ്പം പിന്നെ നമുക്കൊന്ന് വിശദമായിട്ട് കാണിച്ചു കൊടുത്താലോ? പിന്നെന്താ, കാണിച്ചു കൊടുക്കാലോ, അതിനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറഞ്ഞു വന്നത്? നീ ഇത്ര പെട്ടെന്ന് അത് മറന്നോ? പിള്ളേര് നമ്മളെ കണ്ടില്ലെന്ന്. ഓ യാ യാ യാ, ഞാൻ ഓർക്കുന്നു. അപ്പം എങ്ങനെയാ മക്കളെ, പണി തുടങ്ങുമല്ലേ? അയ്യോ ചേട്ടാ സോറി, ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് വന്നതുകൊണ്ട് കണ്ടില്ല. പ്ലീസ് ചേട്ടാ, ഞങ്ങൾ ക്ലാസ്സിൽ പൊക്കോട്ടെ. ചേടാ, അതിന് നിങ്ങളോട് ക്ലാസ്സിൽ പോകണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാമല്ലോ, അല്ലേടാ ടൈസ? പിന്നല്ലാതെ, അതല്ലേ അതിൻ്റെ ഒരു ശരി. അത് തന്നെ. അപ്പം ചെല്ല പ്ലീസ്, നിങ്ങളിലെ ആർക്കാ നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്നത്? അത് എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ല ചേട്ടാ. പക്ഷെ ദേ ഇവളുണ്ടല്ലോ, ഇവള് നന്നായിട്ട് പാട്ട് പാടും. ദുഷ്ടത്തി. സോറി അടി, നിന്നോട് ദൈവം ചോദിക്കൂടി. ഹലോ, എന്നാ പിന്നെ പാട്ട് പാടാൻ അറിയുന്ന മോളെ ഒരു നല്ല പാട്ട് അങ്ങോട്ട് പാട്, ചേട്ടന്മാര് കേൾക്കട്ടെ. ഡാ, ആരടാ അത്? ഓ, നീയായിരുന്നു. എന്തുവാടാ ഇവിടെ നടക്കുന്നത്? നീ വന്നോ? വാടാ കളിയെ, ഇവിടെ വന്നിരിക്കും, പാട്ട് കേൾക്കാം. ഓ, നീയൊക്കെ രാവിലെ തന്നെ തുടങ്ങിയല്ലേ? അത് പിന്നെ ഇന്ന് നമ്മുടെ ഡേ അല്ലേ, അപ്പം പിന്നെ കുറച്ച് സെലിബ്രേഷനൊക്കെ ആവാം. അത് ശരിയാ. അതാവുമ്പോൾ പെട്ടെന്ന് സസ്പെൻഷനും വാങ്ങിയിട്ടേ വീട്ടിൽ പോയിരിക്കാം. ഓ പിന്നെ എൻ്റെ തന്തപ്പടി ഇവിടെ ഉള്ളിടത്തോളം കാലം സസ്പെൻഷൻ അത് നടക്കാൻ പോകുന്നില്ല, അല്ലേടാ അളിയാ? പിന്നല്ലാതെ, കൂടിപ്പോയാലേ മൂപ്പറ വക ഒരു വാണി, അത്രേ നടക്കാൻ പോകുന്നുള്ളൂ. ഓ, നീയൊക്കെ എന്താടാ ഇങ്ങനെ? ചേടാ, രാവിലെ തന്നെ ഈ പഠിപ്പിച്ചതിനെ കൊണ്ട് തോറ്റല്ലോ. ഡാ, മര്യാദക്ക് നീ ഇവിടെ വന്നിരിക്കാൻ നോക്ക്. ചേട്ടാ, എന്താ മോളൂസേ? അത് പിന്നെ ക്ലാസ് തുടങ്ങാൻ ടൈമായി. അയ്യോ, അങ്ങനെ പറഞ്ഞാ എങ്ങനാ? ഞങ്ങൾക്ക് ഇന്ന് പാട്ട് കേട്ടേ പറ്റൂ. മര്യാദക്ക് മോളൂസിന്റെ കൂട്ടുകാരിയോട് ഒരു അടിപൊളി പാട്ട് പാടാൻ പറ. എടാ, അടങ്ങിയിരിക്കടാ. അതെ, ഞങ്ങൾ ക്ലാസ്സിൽ പോക്കോ. ഒന്നും ശരിയാവത്തില്ല, ഞങ്ങൾക്ക് ഇന്ന് പാട്ട് കേട്ടേ പറ്റത്തുള്ളൂ. പാട്ടല്ലേ, അത് ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം. നിങ്ങളിവിടെ നോക്കിക്കാതെ ക്ലാസ്സിൽ പോകാൻ നോക്കൂ പിള്ളേരെ. താങ്ക്സ് ചേട്ടാ. പാടി പെട്ടെന്ന് പോവാം. ഓ പിന്നെ, നീയൊക്കെ നോക്കിയാലേ ഞാനങ്ങ് പേടിച്ച് മുള്ളുവല്ലോ. ഓ, എന്താടാ ശവമേ നീ ഇങ്ങനെ? പട്ടിവിട്ടു തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കേയില്ല. എടാ, ഇത്രയും പെമ്പിള്ളാർ പുറകെ നടന്നിട്ട് നിനക്കൊന്നും മതിയായില്ലേ? മതിയായില്ല, അതുകൊണ്ടാണല്ലോ വീണ്ടും ഞങ്ങൾ പുറകെ നടക്കുന്നത്. അല്ല, നിനക്കെന്താടാ ഊളെ പ്രശ്നം? രാവിലെ മുതൽ കാത്തിരുന്നിട്ട് കൈ കിട്ടിയത് ആ രണ്ടെണ്ണത്തിനെ, അതും ഇടയിൽ കയറി വന്ന് നശിപ്പിച്ച്. വൈ ബ്രോ വൈ? റാഗിങ് ഈ കോളേജിൽ അലൗഡ് അല്ലെന്നേ, നിനക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അതിന് ഞങ്ങൾ റാഗൊന്നും ചെയ്തതല്ലല്ലോ, ഞങ്ങൾ അവരെ കൊണ്ട് ചുമ്മാ ഒന്ന് പാട്ട് പാടിപ്പിക്കാൻ നോക്കിയതല്ലേ. അതെ അതെ, അത് ഞാൻ കണ്ടു ബോധിച്ചതാണല്ലോ.
റാമിങ് വരട്ടെ, ഇന്ന് രണ്ടിൻ്റെ സൂക്കേട് ഞാൻ മാറ്റിത്തരാം. ഒരുത്തനെ അവിടെ ഹിറ്റ്ലർ മാധവൻകുട്ടിയെ പോലെ നടന്നിട്ട് ഈ കോളേജിലെ സകലമാന പെൺപിള്ളേരെ ഹെൽപ്പ് ചെയ്യുമ്പോഴേ അവൻ്റെ കൂട്ടുകാർ ഇവിടെ പെൺപിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ അവനും കൂടെ ഒന്ന് അറിയട്ടെ. അളിയ വേണ്ട. എന്തളിയൻ? ഒരളിയനും ഇല്ല. നിൻ്റെയൊക്കെ കോഴിത്തരം അവനും കൂടെ ഒന്ന് അറിയട്ടെ. ഓ പിന്നെ ഇത് അവനറിയാത്ത കാര്യമാണല്ലോ. എന്തുവാ? അല്ലടാ, റാമിനെ ഇതൊക്കെ അറിയിച്ചിട്ട് വെറുതെ അവൻ്റെ കൈക്ക് എന്തിനാ പണിയുണ്ടാക്കുന്നത്? അതൊക്കെ മോശമല്ലേ ചക്കരെ? എന്താ ഒരു ഒലിപ്പീര്. അല്ലടാ, റാം ഇതെവിടെ പോയി? അവനെ രാവിലെ തൊട്ട് കാണാനില്ലല്ലോ. ആർക്കറിയാം ഇന്ന് അവൻ എവിടെ തല്ലുണ്ടാക്കാൻ പോയതെന്ന്. എന്തായാലും ഇന്നിവിടെ പ്രശ്നം ഉണ്ടാകുന്ന ഉറപ്പുണ്ടായിട്ടാവും നിങ്ങളെ 3 ആളെയും കൂട്ടിക്കൊണ്ട് സ്റ്റാഫ് റൂമിൽ ചെല്ലാൻ ജോസഫ് സാറിൻ്റെ ഓർഡറുണ്ട്. ഇങ്ങേർക്ക് ഇത് രാവിലെ എന്തിൻ്റെ കേടാ? സാറിനെ കുറ്റം പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് അങ്ങനാണല്ലോ. ഒരുത്തൻ തല്ലുണ്ടാക്കാൻ നടക്കുവാണെങ്കിൽ ഇവിടെ 2 എണ്ണം തല്ല് വാങ്ങിക്കൂട്ടുന്ന പരിപാടിയല്ലേ കാട്ടിക്കൂട്ടുന്നത്. ഷെടാ, അതിന് ഞങ്ങളെന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്യാത്ത പാവങ്ങൾ. 2 എണ്ണം മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്ന് അവനെ കണ്ടുപിടിക്കാൻ നോക്ക്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സാറിനെ കാണണമെന്ന ഓർഡർ. അതിനിപ്പോൾ അവൻ എവിടാണെന്ന് വെച്ചാൽ ചെന്ന് കണ്ടുപിടിക്കുന്നത്? എവിടാണെങ്കിലും ചെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. രാവിലെ തന്നെ സാറ് നല്ല ഫോമില. അപ്പം ഇന്ന് രാവിലെ വയറ് നിറയുന്ന സാരം. വാ നമുക്ക് പോയി അവനെ കണ്ടുപിടിക്കാം. എടാ റാം. എന്താടാ? അല്ല, നിന്നെ കുറേ നേരമായിട്ട് നന്ദു അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. നിന്നെ കണ്ടാൽ പറയണേന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അല്ല, നിന്റെ ഫോൺ ഇതെന്ത് പറ്റി? ഞങ്ങളെല്ലാവരും മാറിയും തിരിച്ചും വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. എന്ത് പറയാനാടാ, രാവിലെ തന്നെ ആ ജെറിയുടെ ടീംസിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ഉരസേണ്ടി വന്നു. അതിനിടയ്ക്ക് ഫോണാണ് എവിടെ വീണുപോയി. കണ്ടില്ലേ, ഡിസ്പ്ലേയും പഞ്ചറായി. ഇനിയിപ്പോൾ ഇത് കടയിൽ കൊണ്ട് ശരിയാക്കണം. ജെറിയും ടീംസും രാവിലെ തന്നെ തുടങ്ങിയല്ലേ? അല്ല, നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാടാ. എന്നാൽ പിന്നെ നീ അവന്മാരുടെ അടുത്തേക്ക് ചെല്ല്. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കേടാ. ഹലോ ചേട്ടാ. എന്താടാ? അത് പിന്നെ ഈ ബികോം ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാ? അതോ, ഇവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞാൽ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് ബികോം. ശരി, താങ്ക്സ് ചേട്ടാ. എവിടെ പോയി? നല്ല ബെസ്റ്റ് ടൈമിൽ ആ ചെക്കൻ കയറി വന്നത്. ഇവിടെ ഒന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. സോ ഫസ്റ്റ് ഇയർ ആവും. എന്നാലും ഈ പെണ്ണ് പെട്ടെന്ന് ഇതെവിടെ പോയി?
கடவுளே, இந்த பொண்ணு எங்கே போய் தொலைஞ்சிருச்சு? ஆமாம், நான் இப்போ எங்கே போய் அவளை தேடுறது? என் கையில் கிடைக்கட்டும், அவளுக்கு இன்னைக்கு இருக்குது. சாரி, சாரிங்க, தெரியாமல் அடிச்சுக்கிட்டேன். தப்பாக ஒன்றும் நினச்சிடாதியே, கொஞ்சம் அவசரத்தில் வந்துட்டேன். ஐம் ரியலி சாரிங்க. என்னாச்சு? உங்களுக்கு ஏதாச்சும் அடிபட்டுடுச்சா? அச்சோ, ஏன் ஒன்றும் பேசாமல் நிற்கிறீங்க? ஏய், ஏதாச்சும் சொல்லுங்க. എവനിതെന്തു പറ്റി? ஆத்தாடி, இவங்களுக்கு ஏதாச்சும் ஆயிடுச்சா? ஏங்க, இவங்களுக்கு என்னாச்சு? ഓ, കോഴി ഉണർന്നെന്ന് തോന്നുന്നു. ഏയ്, അതൊന്നുമില്ല, താൻ പൊക്കോ. பட் இவங்க ഏയ്, താൻ പേടിക്കൊന്നും വേണ്ട, അവൻ എപ്പോഴും ഇങ്ങനെ. ചെല്, താൻ പോകാൻ നോക്ക്. சரி, சரி, நான் வரேன். ഓ, മനുഷ്യൻ്റെ വില കളയാനായിട്ട് വിളിച്ചുണർത്തടാ മുതുക്കോഴിയെ. ഡാ ടൈസ, എന്തേ അവളെവിടെ പോയി? ഏതവള്? എടാ, ഇപ്പം എന്നെ വന്ന് ഇടിച്ചില്ലേ? ആ കുട്ടിയോടെ പോയി. അവൾ നിന്നോട് സോറി പറഞ്ഞിട്ട് അപ്പോഴേ പോയല്ലോ. പോയെന്നോ? എങ്ങോട്ട്? ദേ, ആ കുട്ടിയല്ലേ ആ പോകുന്നത്. ഓ, അതവളായിരുന്നോ? ഏയ്, ഹലോ. ഇവന് എന്തിനുള്ള പുറപ്പാടാ? ഹലോ, അവിടെ നിന്നേ. ഓയ് ചെലക്കിളി. யாரவ? ഓ, ഇവങ്ങളാ? ഓയ്, തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? പട്ടാ പകൽ ഒരാളെ വന്നിടിച്ചിട്ട് ഒരു സോറി പോലും പറയാതെ അങ്ങ് പോവുകയാണോ? அதானே அப்பவே சாரி சொன்னால, அப்புறம் என்ன? ഓ, തമിഴത്തിയാണല്ലേ. இன்ட்ரெஸ்டிங். இதை பாருங்க, எனக்கு உங்கள் கூட பேசுறதுக்கு டைம் கிடையாது. கொஞ்சம் வழி விடுங்க, நான் போகணும். ശേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? உங்களுக்கு என்ன சொன்னால் புரியாதா? நான் போகணும். அப்புறம் உங்களோட இந்த வேலையெல்லாம் என்கிட்ட வச்சுக்காதியே, அதுக்கப்புறம் உங்களுக்கு தான் கஷ்டம் ஆகிடும். ഓഹോ, വന്നിടിച്ചതും പോരാ, ഇപ്പം അതിൻ്റെ കൂടെ ഭീഷണിയോ? അല്ല, നീ പെണ്ണാണോ അതോ പാണ്ടിലോറിയാണോ? ഓഹ്, എന്ത് റെഡിയാടി എന്നെ വന്നിടിച്ചത്? ஏய் மர்மண்டே, உங்ககிட்ட தான் நான் அப்பவே சாரி சொன்னேன்ல, ஏன் உனக்கு அது பத்தலையா? சும்மா சும்மா என் கோபத்தை தூண்டாதியே, அதுக்கப்புறம் நான் மனுஷனாவே இருக்க மாட்டேன். അടിപൊളി. ഇങ്ങനെ പോയാ ഇവൻ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ തല്ലി വാങ്ങിക്കൂട്ടും. ഓ, ആള് തലിപ്പത്തിയാണ്. സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇറച്ചിയിൽ മണ്ണ് പറ്റും. அச்சோ, எப்படி கோவப்படாதே. கோவப்படும்போது உன்னை பார்க்குறதுக்கு ரொம்ப அழகாக இருக்கு. குள்ளப்பாயில, உனக்கு இந்த மீனை பற்றி சரியாக தெரியாது. அப்புறம் என்னை ஏதாச்சும் தொந்தரவு பண்ணணும்னு நினச்சிக்காதியே. அப்படி ஏதாச்சும் பண்ணால் சாமி சத்தியமாக சொல்கிறேன்டா, உன்னை நான் கொன்னே போட்டுடுவேன். அரே வா, നിന്റെ പേര് മീനു എന്നാണല്ലേ? താങ്ക്സ് ഫോർ ദിസ് ഇൻഫർമേഷൻ ചെല്ലക്കുട്ടി. ஓ கடவுளே. அப்புறம் செல்லக்குட்டி, உன் கோவம் எனக்கு ரொம்ப பிடிச்சிருக்கு. என்னாச்சு மீனம்மா? சை, போயா. காலங்காத்தால வந்து கடுப்பேத்திக்கிட்டு இருக்க. ஓய் மீனம்மா. மவனே, உன்னை சீவிடுவேன். ஐ அம் ரெடி டார்லிங். നീ എപ്പോൾ വന്നായിരുന്നു?
ആ, ഞാൻ വന്നത് അവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ എന്താ ഇവിടെ നടന്നത്? അല്ല, ആ പെണ്ണെന്തിനാ നിന്നെ തെറി വിളിച്ചിട്ട് പോയത്? അയ്യേ, അത് തെറിയൊന്നും അല്ലടാ അളിയ. അല്ലെങ്കിൽ തന്നെ എന്നെ ആരെങ്കിലുമൊക്കെ തെറി വിളിക്കുമോ? ഓ, ഒരുപാടങ്ങ് വിളിക്കല്ലേ മോനെ. അവൻ്റെ കോഴിത്തരവേ തമിഴ്നാട്ടിലേക്കാൻ ചാൻസ് ഇല്ലടാ. അവളെ നല്ല ഉശിരുള്ള കുട്ടിയാ. മിക്കവാറും ഇവൻ്റെ ബോഡി പഞ്ചറാവാനുള്ള ചാൻസ് ഒക്കെ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. കോഴിത്തരവ് ഒന്ന് പോടാത്ത. ഞാൻ വെറുതെ ഒന്ന് സംസാരിച്ചതല്ലേ. ഓ, അത് നിന്റെ ഒലിപ്പീര് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. ടൈസ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, വെറുതെ ആ പെണ്ണിൻ്റെ പുറകെ നടന്നിട്ട് അവളുടെ വീട്ടുകാരുടെ കൈക്ക് പണി ഉണ്ടാക്കരുത്. ഹോ, അവൻ ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും പോരാ, ഇനി തമിഴ്നാട്ടിൽ നിന്ന് കൂടെ ആൾക്കാരെ വിളിച്ചു വരുത്തി അടി വാങ്ങണം. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ത്രില്ല് വേണ്ടേ അളിയാ? ദേ, വെറുതെ ആ പെങ്കൊച്ചിൻ്റെ പുറകെ നടന്നിട്ട് അവളെ ശല്യം ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പൊന്നു മോനെ, നിന്റെ ആ 2 കോഴിക്കാലും ഞാൻ തല്ലി ഓടിക്കും. നീ കിണിക്കണ്ട, ഈ പറഞ്ഞത് നിനക്കും ബാധകമാ. അതെനിക്കിഷ്ടമായി. നീ ഇവനെ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോയി എൻ്റെ മീനമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് വരാം. ടൈസ, ഐ ആം സീരിയസ്. നിന്റെ ഫ്ലേട്ടിംഗ് പരിപാടി അതിനോട് വേണ്ടടാ. അവരുടെ പാരൻസിനെയും വിട്ട് അവർ മറ്റൊരു നാട്ടിൽ വന്ന് പഠിക്കണമെങ്കിൽ അത് നമ്മുടെ കോളേജിനോടും അതുപോലെ തന്നെ നമ്മുടെ നാടിനോടുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് നീ വെറുതെ നമ്മുടെ നാടിന് ചീത്തപ്പേരുണ്ടാക്കരുത്. എന്നാൽ ഈ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണെന്ന് കൂട്ടിക്കോടാ. എന്നുവെച്ചാ നീ എന്തായി പറഞ്ഞു വരുന്നത്? എടാ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ ഈ കോളേജിലെ ഏകദേശം എല്ലാ ഗേൾസിനോടും ഫ്ലേർട്ട് ചെയ്യാറുണ്ട്. ബട്ട് ആരെങ്കിലും ഈ ടൈസൺ ഹേർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവിടുന്ന് തന്നെ എത്ര പ്രപ്പോസൽസാണ് എനിക്ക് വന്നിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ അക്സെപ്റ്റ് ചെയ്തോ? നിന്ന് കഥാപ്രസംഗം നടത്താതെ കാര്യം പറയടാ പുല്ലേ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് അവളെ അങ്ങോട്ട് ഇഷ്ടമായി, അത്ര തന്നെ. വാട്ട്? പ്രേമോ? അതും നിനക്കോ? അതെന്താടാ, എനിക്ക് പ്രേമിക്കാനും പാടില്ലേ? ഓഹോ, എന്താണ് മോനെ ടൈസ, അവൾ വന്നിടിച്ചപ്പോൾ നിന്റെ ഫ്യൂസ് അങ്ങ് പോയോ? ഫ്യൂസ് അല്ലടാ, അവൾ എൻ്റെ ഹാർട്ടും കൊണ്ടാ പോയത്. ആ ചളിക്ക് ഒരു കുറവുമില്ല. ടൈസ, എടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാടാ. എനിക്ക് ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതും ആ പോയ ആ സാധനത്തിന്. അവൾ കൊള്ളാടാ, നല്ല കാന്താരിമുളകിൻ്റെ കൂട്ടുണ്ട്. എന്തായാലും എൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ അവൾക്ക് പറ്റും. ശിവനെ, ഇവിടെ എന്തായി നടക്കുന്നത്? ഒരു പെണ്ണ് വന്ന് കയറിയപ്പോഴത്തേക്കും നീ നിന്റെ കുലത്തൊഴിൽ നിർത്താൻ പോവാണോടാ? സോറി മോനെ, തൽക്കാലം എൻ്റെ ലക്ഷ്യം അവളാണ്. അതുകൊണ്ട് നീ പോ മോനെ ദിനേശ. എന്നാലും കൂടെ നടന്നിട്ട് എന്നോട് ഈ ചതി വേണ്ടായിരുന്നടാ. ഓ, അവനോ നന്നാവാൻ തീരുമാനിച്ചു, എന്നാൽ പിന്നെ നിനക്കും കൂടെ ആ നല്ല തീരുമാനം എടുത്തുകൂടായോടാ? നോ വേ മാൻ. ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ നന്നായ നമ്മുടെ കുടുംബത്തിന് കണ്ണ് കിട്ടും. എടാ നന്ദു, ഇവനൊന്നും ഈ ജന്മത്ത് നന്നാവാൻ പോകുന്നില്ല, നീ അത് വിട്. അല്ല, നീ എന്തിനാ എന്നെ അന്വേഷിച്ചത്? ഞാൻ വരുന്ന വഴിക്ക് ആ മനുവിനെ കണ്ടായിരുന്നു. അവൻ പറഞ്ഞല്ലോ നീ എന്നെ കുറേ നേരമായിട്ട് അന്വേഷിക്കുന്നെന്ന്. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ, ഈ തിരക്കിൻ്റെ ഇടയിൽ അത് പറയാൻ മറന്നു. എടാ, ജോസഫ് സാറ് നമ്മളെ അന്വേഷിച്ചിട്ടുണ്ട്. നമ്മൾ 4 പേരുവേ ഉടനെ സാറിൻ്റെ ക്യാബിനിൽ ചെന്നേക്കണമെന്നാ സാറിൻ്റെ ഓർഡർ. നമ്മളോ? എന്തിന്? വേറെന്തോത്തിനാ, അങ്ങേർക്ക് പാരായണം നടത്താൻ. എന്തായാലും സാറിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണമേ നിന്റെയൊക്കെ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. ഓ, സാറിനെ പറഞ്ഞത് അരുമ ശിഷ്യനെ പിടിച്ചില്ല എന്ന് തോന്നുന്നു. അതെ, ഒട്ടും പിടിച്ചില്ല. എന്തേ? ഷെടാ, നീയൊക്കെ ഒന്ന് നിർത്തുവോ? എടാ റാം, നീ ഇവന്മാരെ കൂട്ടി വരാൻ നോക്ക്. 3 കൈയോടെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ സാറ് പറഞ്ഞത്. ഓ ഗോഡ്, ഇപ്പം ചെന്ന് കയറി കൊടുത്താൽ ശരിയാവില്ലല്ലോ. ആദ്യം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവളെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ പിന്നെ റിസ്ക് ആവും. ഡാ, എന്താടാ നീ നിന്ന് ആലോചിക്കുന്നത്? ഏയ്, അതൊന്നുമില്ലടാ. പിന്നെ നിങ്ങൾ 3 പേരും സാറിൻ്റെ അടുത്തേക്ക് ചെല്ല്, ഞാൻ പുറകെ വന്നേക്കാം. അതെന്താ നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നാൽ? അത് പിന്നെ ഇപ്പോഴാണ് ഓർത്തത്. കോച്ച് എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യം പറയാനാന്നാ പറഞ്ഞത്. നിങ്ങൾ ചെല്ല്, ഞാൻ വന്നേക്കാം. ഓഹോ, അങ്ങനെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് ഈ പരിപാടി കഴിഞ്ഞിട്ട് മതി.
അങ്ങനെ ഇപ്പം ഞങ്ങളെ അങ്ങയുടെ വായിലേക്ക് ഒറ്റക്കിട്ടിട്ടേ നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നോണം. എടാ ഞാൻ വന്നോളാം, നിങ്ങൾ ചെല്ല്. കോച്ചിനെ കണ്ടിട്ടേ കാര്യം എന്താണെന്ന് തിരക്കിയിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് വന്നേക്കാം. എന്തായാലും ജോസഫ് സാറ് കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അത് പറ്റില്ലട മോനെ. ഇതിനു മുമ്പേ ഞങ്ങളെ അങ്ങേർക്ക് ഇട്ട് കൊടുത്തിട്ട് നീ മുങ്ങിയതാ. സോ ഇനി നിന്നെ ഞങ്ങൾ നമ്പാനോ? നെവർ. എടാ നന്ദു, എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ. മസ്റ്റായിട്ട് നീ ഉണ്ടായിരിക്കണമെന്നാണ് സാറ് പറഞ്ഞത്. നിന്നോടാ സാറിന് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. കേട്ടല്ലോ. അപ്പോഴേ മോൻ നടക്കാൻ നോക്ക്. എടാ കഴിഞ്ഞ വട്ടത്തെ പോലെ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യില്ലടാ. പ്ലീസ് അല്ലേ, എൻ്റെ പൊന്നു മക്കളല്ലേ, ഒന്ന് ചെല്ല്. സംതിങ് ഫിഷി. ഇവൻ പറയുന്ന കാര്യത്തിന് മൊത്തത്തിൽ വല്ലാത്തൊരു വശപ്പശ കൊണ്ടല്ലോ. റാം, എന്ത് പറഞ്ഞാലും ഈ പ്രാവശ്യം അത് പറ്റില്ല. മോൻ അങ്ങോട്ട് നടക്കാൻ നോക്ക്. എടാ ടൈസ, അവൻ പോയിട്ട് വരട്ടെ. നമുക്കേ സാറിൻ്റെ ക്യാബിൻ്റെ മുമ്പിൽ അവനെ വെയിറ്റ് ചെയ്യാം. എടാ പൊട്ട, ഇവൻ മുങ്ങും. ഇല്ലടാ, അവൻ പോയിട്ട് വരട്ടെ. ഡാറാ, നീ ചെന്നിട്ട് വാ. ഞങ്ങൾ എന്തായാലും സാറിൻ്റെ ക്യാബിൻ്റെ മുന്നിൽ കാണും. ദേ സമയത്തങ്ങ് വന്നേക്കണം. ഓ താങ്ക്സ് അളിയ. നിങ്ങൾ ചെല്ല്, ഞാനങ്ങ് വന്നേക്കാം. അപ്പോൾ ഓക്കെ. ഇവനെന്ത് പറ്റി? ആ കോച്ചിനെ കാണാൻ പോകുന്നതിനാണോ ഇവൻ ഇത്രയും സന്തോഷിക്കുന്നത്? ശരിയാ, അവന് കാര്യമായിട്ട് എന്തോ പറ്റിയല്ലോ. അല്ല, നീ എന്തിനാ അവനോട് പോകാൻ പറഞ്ഞത്? ഇനി ആ ജോസഫ് സാറിൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കണ്ടേ? അതിന് അവനില്ലാതെ നമ്മൾ പോകുന്നില്ലല്ലോ. പിന്നെന്തിനാടാ പൊട്ട നമ്മൾ ക്യാബിൻ്റെ അടുത്ത് കാണുമെന്ന് നീ അവനോട് പറഞ്ഞത്? ഓ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. തൽക്കാലം നമുക്ക് അവനെ ഒന്ന് ഫോളോ ചെയ്യാം. നീമാര് വരാൻ നോക്ക്. ഫോളോ ചെയ്യാനോ? ഓ, നിൻ്റെയൊക്കെ ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ പിന്നെ തരാം. ആദ്യം ഒന്ന് വാ. അല്ലടാ, ഇവ കോച്ചിനെ കാണാൻ എന്തിനാ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത്? സ്പോർട്സ് ക്ലബ് അവിടെയല്ലേ? അതിനൊക്കെ ഉള്ള ആൻസറേ ഇപ്പം നമുക്ക് കിട്ടും. എടാ ഇനിയിപ്പോൾ ആ ജെറിയും ടീംസും പുതിയ വല്ല പ്രശ്നം ഉണ്ടാക്കി കാണുമോ? അവൻ്റെ പോക്കും വെപ്രാളൊക്കെ കണ്ടിട്ട് കാര്യമായിട്ട് എന്തോ തേടുന്ന പോലുണ്ട്. ബട്ട് അവന്മാരെ കാണാൻ വേണ്ടിയിട്ട് അവൻ എന്തിനാ ഇത്ര സന്തോഷത്തിൽ തുള്ളിച്ചാടി വരുന്നത്? ഇനി ചിലപ്പോഴേ നമുക്ക് ഡൗട്ട് അടിക്കാതിരിക്കാനാവും അവനൊന്നും പറയാതിരുന്നത്. അല്ലെങ്കിലും ആ ജെറിയായിട്ടുള്ള ഒരു പ്രശ്നത്തിലും നമ്മൾ ഇടപെടാൻ അവൻ സമ്മതിക്കില്ലല്ലോ. എനിക്ക് ആദ്യം ജെറിയുടെ എന്തോ പ്രോബ്ലം ആണെന്നാണ് തോന്നിയത്. ബട്ട് അവൻ്റെ പോക്ക് കണ്ടിട്ട് കാര്യം വേറെന്തോ ആണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ കോച്ചിനെ തന്നെ കാണാൻ പോകുന്നതാണെങ്കിലോ? ഏയ്, അതിനെന്തായാലും ഒരു ചാൻസും ഇല്ല. അതെന്താടാ? അതോ, നീ ആ ഫോൺ എടുത്തിട്ടേ സ്പോർട്സ് ക്ലബിൻ്റെ ഗ്രൂപ്പിലേക്കൊന്ന് നോക്ക്. എന്തിന്? ഓ സമയം കളയാതെ നോക്കടാ. സാറ് 1 വീക്ക് ലീവാണെന്നോ? അപ്പോൾ പിന്നെ അവൻ ആ പൊട്ടനെ ഇതുവരെ ആ മെസ്സേജ് സീൻ ചെയ്തിട്ടില്ല. ഗ്രൂപ്പിൽ നടന്ന ഒരു കാര്യവും അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത് കോച്ചിൻ്റെ കാര്യം കള്ളം പറഞ്ഞത്. ഓ, അപ്പം ചെറിയോ അല്ല കോച്ചും അല്ല. പിന്നെ ഇവൻ ആരെയും നോക്കി നടക്കുന്നത്? ഡാടാ, അങ്ങോട്ട് നോക്കിയേ. അതവനല്ലേ? ഓ എടാ മണ്ടന്മാരെ, അവൻ നോക്കുന്നത് എങ്ങോട്ടാണെന്ന് നോക്കടാ. എടാ, ഞാൻ കാണുന്ന തന്നെയല്ലേ നിങ്ങളും കാണുന്നത്? എന്നാലും നമ്മുടെ റാം തന്നെയാണോടാ അത്? ആ, എനിക്കും ഡൗട്ടില്ലാതില്ല. ഇവൻ തല്ലുകൂടാൻ പോവാണെന്ന് വിചാരിച്ചാൽ നമ്മളിപ്പോൾ ആരായി? എന്നാലും ഇവനൊരു പെണ്ണിനെ എങ്ങനെ വായി നോക്കിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുമോ? നെവർ. എനിക്ക് തന്നെ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ, ഇനി ചിലപ്പോൾ അതവൻ അറിയാവുന്ന കുട്ടി വല്ലതും ആവുമോ? ഓ പിന്നെ, അറിയാവുന്ന പെൺപിള്ളേരെയല്ല അവൻ അങ്ങനെയല്ലേ നോക്കുന്നത്. നീമാരൊന്ന് ആലോചിച്ച് നോക്കടാ. ഈ കോളേജിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ അവൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഐ തിങ്ക് അവൻ ലോക്കായി. ലോക്കോ? ഓ, ഇങ്ങനൊരു പൊട്ടൻ. എടാ, ചുമ്മാതിരുന്ന് പുസ്തകം മാത്രം തിന്നാൽ പോരാ. മനുഷ്യനായാലേ ഈ വക കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. നിനക്ക് പിന്നെ ഈ വക കാര്യങ്ങൾ മാത്രമല്ലേ അറിയത്തുള്ളൂ.
അതുകൊണ്ടേ എന്നെ ഊതാൻ നിൽക്കുക, നീ വരാൻ നോക്ക്. ചെന്നാൽ അവനോട് തന്നെ ചോദിക്കുക ആ കൊച്ചേതാന്ന്. അല്ലാതെ വെറുതെ നമ്മൾ ഓരോന്ന് ചിന്തിച്ച് കൂട്ടാൻ നിൽക്കണ്ട. എടാ പൊന്നുമോനെ, ഇതിലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ ആ ഫ്യൂസ് പോയ പോലെയുള്ള നിപ്പ് കണ്ടാലേ അരിയാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാവും അവൻ്റെ മനസ്സിലിരിപ്പ് എന്തുവാന്ന്. ഓഹോ, എന്നാലേ മോൻ ഇവിടെ നിന്ന് ജ്യോതിഷം കളിക്കും, ഞങ്ങൾ അവൻ്റെ അടുത്തോട്ട് പോവുക. ഷേ, ഒരു പഞ്ച് ഡയലോഗ് അടിക്കാൻ സമ്മതിക്കില്ല. പോയോ? ഡാടാ അവിടെ നിൽക്കടാ, ഞാനും വരുന്നു. എടാ രാമേ, ഇവനെന്താ അനങ്ങാൻ നിൽക്കുന്നേ? ഡാ, ഹലോ ഹലോ. ഡാ, ഇവനെന്താടാ കണ്ണുപോലും ചിമ്മാ നിൽക്കുന്നത്? നീമാരങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ വിളിക്കാം. ഹലോ സീനിയർ. ആ ഹായ്. അല്ല ചേട്ടാ, കോച്ചിനെ കാണാതെ ഇവിടെ വന്ന് നിൽക്കുവാണോ? അത് പിന്നെ കോച്ചിനെ നമുക്ക് പിന്നെ നിങ്ങളെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ കോച്ചിനെ കാണാൻ പോവുമായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓഹോ, അല്ല ഈ സ്പോർട്സ് റൂമൊക്കെ എവിടാ? അല്ലെങ്കിൽ അതും വേണ്ട, ഈ കോച്ചിൻ്റെ ക്യാബിനുണ്ടല്ലോ, അതേത് ബ്ലോക്കിലാ? അത് പിന്നെ ഡി ബ്ലോക്ക് അല്ലേ? ആഹാ, കൊച്ചു കേരള അറിയാല്ലേ. അപ്പോൾ പിന്നെ ഇതേത് ബ്ലോക്കാ? ഇത് ഇത് എ ആണെന്ന് തോന്നുന്നു. അച്ചോടാ, ആണെന്ന് തോന്നുന്നൊന്നും അല്ല മോനെ, ഇത് എ ബ്ലോക്കാണ്. കഴിഞ്ഞ 1 ഇയറായിട്ട് നീ ഈ ബ്ലോക്കിൻ്റെ പരിസരത്ത് പോലും വന്നിട്ടില്ല. നീ ഇപ്പം എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? അത് പിന്നെ ഞാൻ ഈ വഴി പോയപ്പോൾ. അതിന് ഡി ബ്ലോക്കിലേക്ക് പോകേണ്ട വഴി ഇതല്ലല്ലോ. എന്തു പറ്റിയടാ, നീ എന്തിനാ നിന്ന് വിയർക്കുന്നത്? ഏയ് ഞാനോ? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അല്ല, നിങ്ങൾ സാറിനെ കാണാൻ പോയില്ലേ? നീ വിഷയമൊന്നും മാറ്റാൻ നോക്കണ്ട, ചുറ്റി വിളയ്ക്കാതെ ഡയറക്റ്റായിട്ട് കാര്യം പറ മോനെ. എന്താണ് ആ പെൺകൊച്ചിൻ്റെ പുറകിലൊരു കറക്കം? പെൺകൊച്ചോ? ഏത് കൊച്ച്? എനിക്കാരും അറിയത്തില്ല. എടാ മോനെ, നീ കൂടുതൽ ഉരുണ്ട് കളിക്കാൻ നിൽക്കണ്ട. നിന്നെ കുറേ നേരമായി ഞങ്ങൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്. നീ ആ പെണ്ണിനെ കണ്ണെടുക്കാൻ നോക്കൊണ്ട് നിൽക്കുന്നതേ ഞങ്ങളിവിടെ കണ്ടോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം കുറേ ആയി. അതുകൊണ്ടേ കൂടുതൽ കള്ളം പറഞ്ഞ് ചളമാക്കാതെ കാര്യം പറ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എടാ പൊന്നുമോനെ റാമേ, നീ ഒരു പെൺകൊച്ചിനെ ഇങ്ങനെ വായി നോക്കി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ. അത് എന്താണെന്ന് പറ. ചേടാ, നിങ്ങളിത് ആരുടെ കാര്യമാണ് പറയുന്നത്? എടാ, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാന്? ഓ, നീ അപ്പം വാ തുറക്കില്ല. വാടാ, നമുക്കേ ആ കൊച്ചിനോട് പോയി സംസാരിക്കാം. എന്ത് സംസാരിക്കാൻ പോവാ? അത് നീ അറിയേണ്ട കാര്യമല്ല. എടാ, സീരിയസ്ലി നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ഇല്ല. ആ കുട്ടിയുടെ പാട്ട് കേട്ടപ്പോൾ എന്തോ ആ പാട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടമായി. അപ്പോൾ ആ കുട്ടിയെ കണ്ടിട്ട് ഒന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയതാ, അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറൊന്നുമില്ല. ഓ ഓ അങ്ങനെ. അല്ല, നിനക്ക് പാട്ടാണോ ഇഷ്ടമായത്, അതോ അത് പാടിയ കുട്ടിയാണോ ഇഷ്ടമായത്? അതിന് ഞാൻ നീയല്ല. ഓ ഓ അങ്ങനെ. അപ്പോൾ നിനക്ക് ആ കൊച്ചിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല അല്ലേ? ആ അതെ. ശരി ശരി, അപ്പം പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്താലോ? അല്ല, ആ കൊച്ചിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാനൊരു കൈ നോക്കിയാലോ? സഞ്ജു, അവളെ എങ്ങാനും നോക്കിയാ നിന്റെ പൂച്ചക്കണ്ണുണ്ടല്ലോ, അത് ഞാനങ്ങ് കുത്തിപ്പൊട്ടിക്കും. എന്നാ പിന്നെ അങ്ങ് സമ്മതിച്ച് താടാ മോനെ, നീ അവളെ നോക്കിയതാണെന്ന്. ഞാൻ അവളെ തന്നെ നോക്കിയത്. അതിനിപ്പോൾ എന്താ, എനിക്കാരെയും നോക്കാൻ പാടില്ലേ? ഷെടാ, അതിന് നീ നോക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. പക്ഷേ
നിനക്കായിരുന്നില്ല അത് സമ്മതിച്ചു തരാൻ മടി. ഓ ഓക്കെ ഫൈൻ, ഞാൻ ആ കുട്ടിയെ തന്നെ നോക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവള് പാട്ട് പാടുന്നത് കേട്ടായിരുന്നു. അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. സോ ഒന്ന് പരിചയപ്പെടണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ ഒന്ന് നോക്കിപ്പോയതാ. അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വേറൊരു അർത്ഥത്തിലല്ല ഞാൻ അതിനെ നോക്കിയത്. എന്നാ പിന്നെ ഞാനൊന്ന്. അതിന് നീ എന്തിനാ അവനെ നോക്കി പേടിപ്പിക്കുന്നത്? നിനക്കല്ലേ ലവ് ചെയ്യാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അപ്പോൾ പിന്നെ അവനൊന്ന് ട്രൈ ചെയ്തൂടെ? പറ്റില്ല. എനിക്ക് ഇപ്പം അവനെ ലവ് ചെയ്യാൻ ഉദ്ദേശമൊന്നുമില്ല. എന്ന് വെച്ച് ഇനി അതുണ്ടായിക്കൂടാന്നുമില്ലല്ലോ. എന്താ, എനിക്കൊന്നും പാടില്ലെന്നുണ്ടോ? അങ്ങനെ അങ്ങോട്ട് സമ്മതിച്ച് താടാ മോനെ. അതിന് വേണ്ടി തന്നെ ഇത്രയും കൊള്ളിച്ച് ഞാൻ പറഞ്ഞതും. പിന്നെ എനിക്കങ്ങ് നിന്റെ പെണ്ണിനെ വേണ്ട. അതുമല്ല, ഇതൊരു കോളേജാണെന്നുള്ള ഓർമ്മ മോന് വേണം. നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ട് നിന്നാലേ അവളെ വേറെ ആമ്പിള്ളേർ കൊത്തിക്കൊണ്ട് പോവും. അതിവൻ പറഞ്ഞത് ശരിയാ. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഓ, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവന്മാർ എൻ്റെ പ്രണയത്തിൻ്റെ മേലെ ആസിഡ് ഒഴിക്കുവാണല്ലോ ദൈവമേ. എന്തേ, ഒന്നും പറയാനില്ലേ സാറിന്? അത് പിന്നെ എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. നീ പോയി നിന്റെ തമിഴത്തെ വളയ്ക്കാൻ നോക്ക്. പിന്നെ എന്നോട് പറഞ്ഞ കാര്യം നിനക്കും ബാധകമാണ്. അവളെ വേറെ ആരും കൊത്തിക്കൊണ്ട് പോകാതെ നീ നോക്ക്. അന്നേക്കും അവൻ ഉപദേശിക്കാൻ. അത് കറക്റ്റ്, അതിനോട് ഞാനും യോജിക്കുന്നു. പിന്നെ അങ്ങോട്ട് ട്രൈ ചെയ്യാൻ ചെല്ല്. തമിഴ്നാട്ടുകാരെ വണ്ടി പിടിച്ച് കേരളത്തിൽ വന്ന് പഞ്ഞിക്കിട്ടിട്ട് പോവും. അല്ലേലും ഇവൻ എന്തിൻ്റെ കേടാടാ? ഇവിടെ നല്ല മലയാള തനിമയുള്ള പെൺകുട്ടികളുണ്ടായിട്ട് അതൊന്നും അവന് പോരാ. ഫ്ലേർട്ട് ചെയ്യാൻ കേരളത്തിലെ പെൺപിള്ളേരും ലവ് ചെയ്യാൻ തമിഴ്നാട്ടിലെ പെണ്ണും മതി. മതി, എനിക്കവള് മതി. തൽക്കാലം നീ പറഞ്ഞ ആ മലയാളത്തിനുമയുണ്ടല്ലോ, അതെനിക്ക് വേണ്ട. നീ പോയിട്ടേ ആ ഇരിക്കുന്ന മലയാളത്തിനുമയുള്ള കൊച്ചിനെ പളയ്ക്കാൻ നോക്ക്. എനിക്ക് എൻ്റെ മീനമ്മ മതി. അല്ലേലും നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. അവളെങ്ങാണാ സെറ്റായ നിന്റെ ലൈഫ് അലുവയും മത്തിക്കറിയും പോലെ ആയില്ലേടാ. അതിനവള് സെറ്റായാലല്ലേ? ആഹാ, പറഞ്ഞ് നാക്കെടുത്തില്ലല്ലോ. ദേ വരുന്നു നിന്റെ തമിഴത്തി. ஏண்டி உனக்கு சொன்னா புரியாதா? நான் உங்ககிட்ட எங்கே வெயிட் பண்ண சொன்னது அங்கே தானே. அதை விட்டுட்டு நீ எதுக்காக இங்கே வந்து உட்காந்துக்கிட்டு இருக்க? நான் என்ன பண்ணுறது? நீ பாட்டுக்கு என்ன அங்கே தனியாக விட்டுட்டு போயிட்டல்ல. அதில் வேற அங்கே நிறைய சீனியர்ஸ் இருந்துடுச்சுடி. பார்க்குறதுக்கே ரொம்ப டெரர் மாதிரி இருக்குது. பாட்டு பாடுன்னு சொல்லி என் உசிரே எடுத்துட்டேன்டி. அவங்கள பயந்து தான் நான் இங்கே வந்தேன். நான் செஞ்சது தப்பா? நீயே சொல்லு. சரி சரி, நீ செஞ்சது தப்பே கிடையாது. ஆனால் இங்கே வரும்போது அட்லீஸ்ட் என்கிட்ட கால் பண்ணி சொல்லக்கூடாதா? நான் எவ்வளோ பயந்தேன்னு உனக்கு தெரியுமா? அதில் வேற கால் பண்ண அட்டன் பண்ணுறதும் கிடையாது. இப்போ நீயே சொல்லு, எதுக்காக என் கால் அட்டன் பண்ணாமல் இருந்த? சொல்லு, நான் எத்தனை வாட்டி கால் பண்ணேன்னு உனக்கு தெரியுமா? கால் பண்ணிட்டியா? ஆனால் எனக்கு கால் வரவே இல்லையே. மவளே, நான் கொலை காண்டில் இருக்கேன். விட்ட ஏதாச்சும் செஞ்சிடுவேன். ஏன்டி காத்துக்கிட்டு இருக்கேன்? இரு, நான் ஃபோன் பார்க்கட்டும். என்ன, என் கால் வரலையா உனக்கு? வந்துட்டேன், ஆனால் ஃபோன் சைலண்டில் தான் இருக்கு. சாமி சத்தியமாக சொல்கிறேன்டி, ஃபோன் சைலண்டில் இருந்தது எனக்கு தெரியாதுடி. ஏன்டி இப்படி முறைச்சி பார்த்துக்கிட்டு இருக்க? அதான் எனக்கு தெரியாதுன்னு சொன்னல. என் செல்லம் இல்லை, இந்த வாட்டி மன்னிச்சிடுமா. இனிமே இப்படி செய்ய மாட்டேன். ப்ளீஸ் பாப்பா, என் செல்ல பாப்பா தானே. ஐ, சிரிச்சிட்டியா? அந்த வாய் இருக்கல்ல வாய், அது இருந்ததுனால மட்டும்தாண்டி நீ தப்பிச்சிட்ட. இல்லைன்னு வச்சுக்கோயே, இங்கே நடக்கிறதே வேற. சரி சரி வா, நம்மளோட கிளாஸ் கண்டுபிடிச்சிட்டு. அப்புறம் இனிமேல் இப்படி பண்ணக்கூடாது. நான் எவ்வளோ பயந்துட்டேன்னு உனக்கு தெரியுமா? நீ வேற இங்கே புதுசு, எங்கேயாச்சும் தொலைஞ்சு போனா நான் என்ன பண்ணுறது?
அம்மா தாயே, இனி உங்ககிட்ட சொல்லாம எங்கேயும் போக மாட்டேன். போதுமா?